നമസ്കാരം. ഡോക്ടർ പ്രമോദിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് ചോദിച്ചാൽ പ്രഷർ അധികം പ്രായമായിട്ടില്ല, 25-26 വയസ്സേ ഉള്ളൂ. പക്ഷെങ്കിൽ സാധാരണ പ്രഷർ വരേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സോ അല്ലെങ്കിൽ 50 വയസ്സോ, അത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഇദ്ദേഹത്തിന് പക്ഷേ നേരത്തെ ഒരു 25 വയസ്സായപ്പോൾ തൊട്ടേ ചെറുതായിട്ട് പ്രഷറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൽക്കാലം പ്രഷറിന് ഒരു ഗുളിക കഴിച്ചു. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് ചെയ്യുമ്പം ഈ പ്രഷർ, ഈ മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ആകുന്നില്ല. അതാണ് പുള്ളിയുടെ ഏറ്റവും പ്രയാസം. അതായത് സിവിയറായിട്ടുള്ള ഹെഡ് ഏക്ക് വരിക, ചിലപ്പം ബുദ്ധിമുട്ടുകൾ, ഈ ശ്വാസം മുട്ടൽ പോലെ അങ്ങനെയൊക്കെ വരിക, അങ്ങനെ ഒരു സിംറ്റംസ് വന്നു. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പല ആൾക്കാരും നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല, പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്നു. പക്ഷേ പ്രഷറിൻ്റെ മരുന്ന് എന്തെല്ലാം മാറി കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ആകുന്നില്ല. അതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ ഒരു ഡോക്ടർ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോയെന്ന് നോക്കിയപ്പം അതിനകത്ത് ഈ കിഡ്നിയിൽ എന്തോ ചെറിയ അസുഖത്തിന് ലക്ഷണം, അതായത് കിഡ്നിയുടെ സൈസ് ചുരുങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കോർട്ടക്സ്, അതായത് അതിന് പ്രവർത്തനമുള്ള ഭാഗം കുറച്ചുകൂടെ ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബാക്കി ഇവാലുവേഷന് വേണ്ടി യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വിട്ടു നോക്കിക്കഴിഞ്ഞ് ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് കിഡ്നിയിലുള്ള ചില അസുഖങ്ങൾ, അതായത് ഈ കിഡ്നി ഡിസീസ്, ഈ നെഫ്രൈറ്റിസ്, ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, ഇതുപോലുള്ള പല അസുഖങ്ങൾ വന്നിട്ട് കിഡ്നിയുടെ ഫങ്ഷനിങ് യൂണിറ്റ് അതിനോട്ടുള്ള രക്തഓട്ടമൊക്കെ കുറയുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റെനിൻ പറഞ്ഞുള്ള ഒരു ഹോർമോൺ നമ്മൾ ബ്ലഡിൽ വരും. അത് ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രഷർ ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസാണ്. അപ്പോൾ കിഡ്നിയിൽ എന്തെങ്കിലും ഇസ്കീമിയ പോലുള്ള രക്തഓട്ടം കുറയുന്ന രീതിയിലുള്ള എന്ത് കാരണങ്ങളുണ്ടായാലും അതുമൂലം പ്രഷർ ഉണ്ടാകാം. ആ പ്രഷർ സാധാരണ രീതിയിലുള്ള മരുന്ന് കഴിച്ചാൽ അത് കൺട്രോൾ ആകത്തില്ല, അത് ക്രമീകരിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ചില പ്രത്യേക മരുന്നുകൾ മാത്രം കഴിച്ചെങ്കിൽ, അത് സാധാരണയായിട്ട് കൊടുക്കുന്നതല്ല, അത് കഴിച്ചെങ്കിൽ മാത്രമേ ഇത് കൺട്രോൾ ആകത്തുള്ളൂ. ആ മരുന്ന് കഴിച്ചത് കൺട്രോൾ ആകുന്നതിൻ്റെ കൂടി തന്നെ ബാക്കി ടെസ്റ്റുകൾ എന്താണ് ഈ കിഡ്നിയിലുള്ള അസുഖം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഈ പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചിലപ്പോൾ ബാക്കി ടെസ്റ്റുകളോ, ചിലപ്പോൾ അവസാനം കിഡ്നിയിൽ നിന്ന് ചിലപ്പോൾ ബയോപ്സി പോലും എടുക്കേണ്ടി വരുമായിരിക്കും. അതെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ പ്രഷർ കൺട്രോൾ ആകത്തുള്ളൂ. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.